നമസ്കാരം. ഇറാൻ അമേരിക്ക ആണവ ചർച്ച ജനീവയിൽ പുരോഗമിക്കുന്നതിനിടെ അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരു പടി കൂടെ കയറി ഇറാൻ അമേരിക്ക കിട്ടും നല്ല പണി കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി അടച്ചു. അത് ഇന്നലെ തന്നെ വാർത്തയായതാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായി. അതായത് അതുവഴി പോകുന്ന കപ്പലുകൾക്ക് അപകടം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഭാഗികമായി ഹോർമുസ് കടലിടുക്ക് അടച്ചത് എന്നാണ് ഇറാന്റെ ഒരു വിശദീകരണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില സംഭവങ്ങൾ കൂടെ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നടത്തുന്ന നാവികാഭ്യാസവുമായി ബന്ധപ്പെട്ട് മിസൈലുകളൊക്കെ കൃത്യ സ്ഥലത്ത് പതിച്ചു. മിസൈൽ മഴയായിരുന്നു ഇന്നലെ ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടായത് എന്ന വാർത്തയായിരുന്നത്. അമേരിക്ക വാർഷിപ്പുകൾ കാണിച്ച് ഇറാനെ ഭയപ്പെടുത്തുമ്പോൾ ഇറാന്റെ ശക്തി അത് മിസൈലുകൾ തന്നെയാണെന്ന് അമേരിക്കയെ ഓർമ്മപ്പെടുത്തുകയാണ്, ലോകത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാലും ഇത്തരത്തിലുള്ള ഭീഷണികളും ആ ഭീഷണികൾക്ക് അതേ രീതിയിൽ തന്നെ തിരിച്ചടികളും ഇറാൻ കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 7ഓളം ഇസ്രായേലിലെ പ്രധാനപ്പെട്ട ആളുകളുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് ഇറാനിലെ ഔദ്യോഗിക വാർത്താ ചാനൽ ഇന്ന് ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ 7 പേരും ഇറാന്റെ അബാബീൽ ഡ്രോണുകളുടെ ശക്തി അറിയാൻ പോകുന്നവരാണ് എന്നതാണ് ഇവിടെ ഇറാൻ ഔദ്യോഗിക ചാനൽ പുറത്തുവിട്ട ആ വാർത്തയിൽ പരാമർശിക്കുന്നത്. അതായത് ഈ 7 പേരെയും തട്ടിക്കളയും എന്ന് ഇറാൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഫോട്ടോ ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇറാന്റെ ഈ ഭീഷണി. അമേരിക്ക ഇറാനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അതിനേക്കാളൊക്കെ അപ്പുറത്ത് അമേരിക്കയെ കൈകാര്യം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഇന്നലെ ആയത്തുള്ള അലി ഖംനായി വ്യക്തമാക്കിയിരുന്നു. അതായത് അമേരിക്കൻ കപ്പലുകൾക്ക് നാശം വിതക്കാൻ കഴിയും, എന്നാൽ ആ കപ്പലുകളെ കടലിന്റെ ആഴത്തിലേക്ക് മുക്കിക്കളയാൻ ഞങ്ങൾക്കും കഴിയും, അതിനേക്കാൾ മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്നതായിരുന്നു ആയത്തുള്ള അലി ഖംനായിയുടെ ഒരു പ്രതികരണം. എന്തായാലും ഇപ്പോൾ ആ ഭീഷണി അമേരിക്ക ഇറാനെ എത്രമാത്രം ഭീഷണിപ്പെടുത്തുന്നുണ്ടോ, ഇതുവരെ സംയമനം പാലിച്ച ഇറാൻ അമേരിക്കയേക്കാൾ ഒരു പടി കൂടെ മുന്നിൽ ഞങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന ചില പ്രതികരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ ചില വ്യക്തമായ തെളിവുകളും ഒക്കെ പുറത്തുവിടുകയാണ്. ഇന്നലെ മിസൈൽ പരീക്ഷണം അത് കൃത്യസ്ഥാനത്ത് എത്തിയെന്ന വാർത്ത ഇന്നലെ പുറത്തു വന്നതാണ്. അതൊക്കെ അമേരിക്കക്ക് കൃത്യമായ മറുപടി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇറാൻ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഭീഷണി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇപ്പോൾ ഇറാനിലെ ജനങ്ങളോട് ഹീബ്രു ഭാഷയിൽ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. നേരത്തെ ഇറാന്റെ ഔദ്യോഗിക വാർത്താ ചാനലിൽ ഹീബ്രു ഭാഷയിൽ തന്നെയാണ് ഈ 7 പേരുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഭീഷണി അബാബീൽ ഡ്രോണുകളെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്നാൽ അതിന് മറുപടി എന്നോണം ഇസ്രായേൽ ഹീബ്രു ഭാഷയിൽ തന്നെ ഇറാനികളോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ്. അതായത് മൊസാദുമായി നിങ്ങൾ ബന്ധപ്പെടുക, നിങ്ങളെ മൊസാദിന്റെ ആളുകൾ സഹായിക്കും എന്ന രീതിയിലുള്ള ഒരു വീഡിയോ, ഒരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത്. അതും ഹീബ്രു ഭാഷയിലുള്ളതാണ്. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ വാക്പോരുകളും ആ വാക്പോരുകൾ ചില പ്രവൃത്തികളിലേക്കുമൊക്കെ മാറിയിരിക്കുന്നു. അമേരിക്ക യുദ്ധക്കപ്പലുകൾ കൊണ്ടുവരുന്ന ഒരു നീക്കം മാത്രമാണ് ഇതുവരെ നടത്തിയത്. അതിനപ്പുറമുള്ള ഒരു അഭ്യാസത്തിനും അമേരിക്ക മുതിർന്നിട്ടില്ല. എന്നാൽ ഇറാൻ ശക്തമായി തന്നെ അമേരിക്കൻ ഭീഷണിയെ നേരിടുന്നതിന് ഞങ്ങൾ തയ്യാറാണ് എന്ന രീതിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രവൃത്തികളിലൂടെ അത് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ചൈനയുടെ 2 യുദ്ധക്കപ്പലുകൾ നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഹോർമുസ് കടലിടുക്കിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഉടൻ തന്നെ റഷ്യയും ഈ നാവികാഭ്യാസത്തിന്റെ ഭാഗമാകും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറാൻ ഞങ്ങളുടെ ഏറ്റവും നല്ല അയൽപ്പക്കമാണ്, അവരുടെ സുരക്ഷ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് ഇവിടെ വ്ളാഡിമിർ പുടിന്റെ പ്രതികരണം. ഇക്കാര്യം ഒരു സന്ദേശമായി മസൂദ് പെസഷ്കിയാൻ ഇറാൻ പ്രസിഡന്റിന് വ്ളാഡിമിർ പുടിൻ അയക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സംഘർഷം അയയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സംഘർഷം മുറുകുന്ന കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്.